നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ശ്രീ സ്വർണ്ണവാരാഹി മന്ത്രമാണ്. വശീകരണത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന വാരാഹി ദേവിയുടെ ഒരു വശ്യമന്ത്രമാണ്. ശ്രീ ലക്ഷ്മി വാരാഹി ദേവിയുടെ അത്ഭുത ശക്തിയുള്ള ഒരു വശ്യമന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ദേവിയുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല ആയിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന വ്യക്തികളായിക്കോട്ടെ, അവർക്ക് നമ്മളോടൊരു താല്പര്യവും നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന രീതിയിൽ കേവലം ഒരു സ്ത്രീ പുരുഷ വശീകരണം മാത്രമല്ല ഈ ഒരു മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇടപെടുന്ന ആളുകൾ സർവ്വജന വശ്യം എന്ന് പറയും. അതായത് ഒരു കുട്ടിയാണെങ്കിലും ഒരു മുതിർന്ന ആളാണെങ്കിലും ഒരു പ്രായം ചെന്ന സ്ത്രീയോ പുരുഷനോ ആരായാലും നമ്മൾ അവരോട് ഇടപെടുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മന്ത്രസാധനയിലൂടെ നമുക്ക് ദേവിയുടെ അനുഗ്രഹത്തിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു വശീകരണ ശക്തി, ഒരു ആകർഷണ ശക്തി പ്രപഞ്ചത്തെ മുഴുവനും നമ്മളിലേക്ക് വശീകരിക്കുന്ന ഒരവസ്ഥ, അത് നമ്മുടെ നിറത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രൂപത്തിലോ ഭാവത്തിലോ ഒന്നുമല്ല. ആ ഒരു ആകർഷണത, പ്രപഞ്ചത്തിലെ ഒരു ആകർഷണ ശക്തി മറ്റുള്ളവയെല്ലാം ഒരു കാന്തം പോലെ വലിച്ച് നമ്മളിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള അപൂർവ ശക്തികളുള്ള ഒരു മന്ത്രമാണ് ഈ സ്വർണ്ണലക്ഷ്മി വാരാഹി വശ്യമന്ത്രം എന്ന് പറയുന്നത്. അപ്പം നിരന്തരം ആ ഒരു മന്ത്രത്തിൻ്റെ ജപം ഈ ഒരു വശീകരണ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും നിങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ലാതെ ഒരു വ്യക്തിയുടെ നാശത്തിനായിട്ടോ അദ്ദേഹത്തെ വശീകരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ളൊരു ക്രിയ അല്ല ഇത്. എല്ലാവരുമായിട്ടുള്ളൊരു സ്നേഹവും സർവ്വജനവശ്യവും ആ ഒരു കർമ്മത്തിലൂടെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ബന്ധം, പ്രശസ്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഉപയോഗമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട മന്ത്രങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളോ ഇത്തരം കാര്യങ്ങളൊക്കെ, പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ മന്ത്രം ഒന്ന് ജപിക്കാം. ഓം ഐം ഹ്രീം ശ്രീം ഐം ഗ്ലൗം ഐം നമോ ഭഗവതി വാരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ വർഷയ സ്വാഹ. ഇതാണ് ആ മന്ത്രം. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ ജപസംഖ്യ എന്ന് പറയുന്നത് 108 തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത്. നിങ്ങൾ സ്ത്രീകളാകുന്ന ആളുകൾ 21 ദിവസവും പുരുഷന്മാർ 41 ദിവസവുമാണ് ഈ ഒരു മന്ത്രം തുടർച്ചയായിട്ട് ജപിക്കേണ്ടത്. ഇതിന് ഭക്ഷണ സംബന്ധമായിട്ടുള്ള വ്രതചിട്ടകളൊന്നും തന്നെ ഇല്ല. ഈ ഒരു മന്ത്രം കൃത്യമായി തെറ്റുകൂടാതെ പഠിച്ച് ജപിച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകൾക്കൊക്കെ നമ്മളോടൊരു സ്നേഹവും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കേൾക്കുവാനൊക്കെ അവർക്കൊരു മനസ്സ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാനൊക്കെ ഈ ഒരു മന്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ ഒരു മന്ത്രം തന്നെ നമുക്ക് വെള്ളിയുടെയോ അല്ലെങ്കിൽ ചെമ്പ് തകിടിലൊക്കെ എഴുതി നമ്മുടെ ശരീരത്തിൽ ഏലസായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ഒരു യന്ത്രമായിട്ടോ നമുക്ക് വരച്ച് എഴുതി തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പം അത്തരത്തിൽ വളരെയധികം ശക്തിവിശേഷമുള്ള ഈ ഒരു മന്ത്രത്തെ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മാത്രം വൈകുന്നേരങ്ങളിലാണ് ജപിക്കേണ്ടത്. 8 മണിക്ക് ശേഷമുള്ള സമയത്താണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാൻ പറ്റിയ ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെ വരാഹി ദേവിക്ക് പ്രാധാന്യവും ശക്തിയും വർദ്ധിച്ചിട്ടുള്ള പഞ്ചമി തിഥികളിൽ
ജപിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏവർക്കും ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഏവർക്കും നന്ദി.